ഹായ്, എല്ലാവർക്കും PSC PDയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കുഞ്ഞാലി നാലാമനെ ചതിച്ചു പിടിച്ചതും ഗോവയിലേക്ക് പോർച്ചുഗീസുകാർ കൊണ്ടുപോയി അവിടെ വെച്ച് വധിക്കും, അദ്ദേഹത്തിന് തല കൊണ്ടുവന്ന് കണ്ണൂരിൽ പ്രദർശിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് പോർച്ചുഗീസുകാരുടെ അസ്തമനത്തെക്കുറിച്ചാണ്. അവരൊരു വലിയ ഭരണ സാമ്രാജ്യം എന്ന നിലയിലേക്ക് വളരാതിരുന്നതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. പോർച്ചുഗീസ് ശക്തിയുടെ അസ്തമനം. കുഞ്ഞാലിമാരുടെ നാശം ക്ഷയിച്ചുകൊണ്ടിരുന്ന പോർച്ചുഗീസ് ശക്തിക്ക് വലിയ ഉണർവൊന്നും നൽകിയില്ല. കാരണം അപ്പോഴേക്കും സുശക്തമായ എതിരാളി എന്ന നിലയിൽ ഡച്ചുകാർ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിരുന്നു. 1658 ശ്രീലങ്കയിലെ കൊളംബോയിലുള്ള പോർച്ചുഗീസ് താവളങ്ങളെ ഡച്ചുകാർ തകർത്തെറിഞ്ഞു. കൊച്ചിയും കണ്ണൂരും പുറക്കാടും കൊല്ലവും പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തു. 1663 ആയപ്പോഴേക്കും കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ സർവനാശമായി. പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഓടിക്കാനായി ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗൻ സാമൂതിരിയുമായി 1604 നവംബർ 11 ഉടമ്പടി ഉണ്ടാക്കി. ഇതിൻ പ്രകാരം സാമൂതിരി ഡച്ചുകാർക്ക് വാണിജ്യത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പം 1663 ആയപ്പോഴത്തേക്കും കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ സർവനാശമായി. അപ്പോൾ അതിന് മുന്നേ 1604 നവംബർ 11 ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗൻ സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ഇതിൻ പ്രകാരം സാമൂതിരി ഡച്ചുകാർക്ക് വാണിജ്യത്തിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. ഈ ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗൻ എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റ് അഡ്മിറലാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റ് അഡ്മിറലാണ് ഈ അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗൻ എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ കേരളത്തിൽ വരുന്നു. ആ സമയത്താണ് 1604 നവംബർ 11 സാമൂതിരിയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കി. ആ സഖ്യം അനുസരിച്ച് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ കേരളത്തിൻ്റെ വാണിജ്യ കുത്തകയെന്നും കാര്യങ്ങളും എല്ലാം പോർച്ചുഗീസുകാരെ മൊത്തത്തിൽ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ഡച്ചുകാർക്ക് വാണിജ്യത്തിനുള്ള സൗകര്യവും സാമൂതിരി ചെയ്തു കൊടുക്കുകയുണ്ടായി. അപ്പോൾ 1604 മുതൽ അവരുടെ പ്രവർത്തനങ്ങൾ ഈ 1663 ആയപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. പോർച്ചുഗീസുകാരെ കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് അവർ ഒഴിവാക്കുന്നത്. ഓക്കെ, ഇനി പോർച്ചുഗീസുകാരുടെ പരാജയത്തിൻ്റെ കാരണങ്ങളാണ്. പോർച്ചുഗീസുകാർ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ കാര്യക്ഷമമായ ഭരണ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. പോർച്ചുഗീസുകാർ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ കാര്യക്ഷമമായൊരു ഭരണ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. പോർച്ചുഗീസ് ഭരണാധികാരികളിൽ ചുരുക്കം ചിലരൊഴികെ ഭൂരിഭാഗവും കാര്യക്ഷമതയുള്ള ഭരണാധികാരികളായിരുന്നില്ല. സൈന്യത്തിലെ അച്ചടക്കമില്ലായ്മയും കാര്യശേഷിയില്ലായ്മയും പതനത്തിന് മറ്റൊരു കാരണമായി. അപ്പോൾ സൈന്യത്തിലെ അച്ചടക്കമില്ലായ്മ, കാര്യശേഷിയില്ലായ്മ അവരുടെ പതനത്തിന് മറ്റൊരു കാരണമായി. മാത്രമല്ല സൈന്യത്തിന് ശമ്പളം പണമായി നൽകാത്തതിനാൽ അവർക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചു. അപ്പോൾ സൈന്യത്തിന് ശമ്പളം പണമായിട്ട് നൽകിയിരുന്നില്ല. ഏതെങ്കിലും ഭൂപ്രദേശങ്ങളൊക്കെ പതിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ പണമായിട്ട് നൽകാത്തതിനാൽ അവർക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചു. പോർച്ചുഗീസുകാരുടെ മത അസഹിഷ്ണുത നാട്ടുകാർക്ക് അരോചകമായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ഒഴികെ അവർ അകറ്റി നിർത്തിയത് സാമൂഹികമായ വേർതിരിവിന് കാരണമായി. അപ്പോൾ പോർച്ചുഗീസുകാരുടെ മതപരമായിട്ടുള്ള അസഹിഷ്ണുത നാട്ടുകാർക്ക് ഭയങ്കര അരോചകമായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ഒഴികെ അവർ ബാക്കിയുള്ളവരെല്ലാം അകറ്റി നിർത്തിയത് സാമൂഹികമായ വേർതിരിവിന് കാരണമായി. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ പോർച്ചുഗീസുകാർ മനുഷ്യത്വരഹിതമായി മുസ്ലിം പള്ളികൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ തൻ്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ പോർച്ചുഗീസുകാർ മനുഷ്യത്വരഹിതമായി മുസ്ലിം പള്ളികൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതായി വിവരിക്കുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ ശിക്ഷാവിധികൾ ക്രൂരവും നിന്ദ്യവുമായിരുന്നു. കേരളീയരുടെ വിശ്വാസ്യതയോ പിന്തുണയോ നേടാൻ ഇത്തരം നിലപാടുകൾ കാരണം അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ ഈ ശിക്ഷാവിധികൾ ക്രൂരമായിട്ടുള്ളതും നിന്ദ്യമായിട്ടുള്ളതുമായിരുന്നു. അത് കേരളീയരായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയോ പിന്തുണയോ ഒന്നും നേടിയെടുക്കാനായിട്ട് പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല, അവരുടെ ഈ ഒരു നിലപാടുകളൊക്കെ കാരണം. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരായ സ്ത്രീകളും തമ്മിലുള്ള മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചെങ്കിലും നമ്മൾ സങ്കരസങ്കേതം എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ ആരാ കൊണ്ടുവന്നെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഈ സങ്കരസങ്കേതങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്.
തമ്മിലുള്ള മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചെങ്കിലും പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരായ സ്ത്രീകളും തമ്മിലുള്ള മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഇരു കൂട്ടരുടെയും അനിഷ്ടത്തിന് ഒരുപോലെ ഇരയായ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുവാനേ അത് ഉപകരിച്ചുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ പച്ച പിടിക്കാഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. താങ്ക് യു.